Hi YouTube. വാ. സോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഹെഡർ ഫയൽസിനെ പറ്റി പഠിച്ചു. ഈ എപ്പിസോഡിൽ നമുക്ക് സ്ട്രക്ചേഴ്സ് ആൻഡ് ക്ലാസ്സസിനെ പറ്റി പഠിക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ C++ൽ നമ്മൾ വേരിയബിൾസ് പഠിച്ചപ്പോൾ ആദ്യം നമ്മൾ കുറേ പ്രീഡിഫൈൻഡ് വേരിയബിൾസ് പഠിച്ചു. അതായത് ഇൻറ്റിജർ, ഫ്ലോട്ട്, ഡബിൾ, അങ്ങനെ കുറേ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം ഓരോ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ വേരിയബിൾ, ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ്, ഡബിൾ പ്രിസിഷനുള്ള നമ്പേഴ്സ്, ഇതൊക്കെ സേവ് ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ ഓൾറെഡി പ്രീഡിഫൈൻഡ് ആയിട്ട് C++ലുള്ള ഡാറ്റ ടൈപ്സ് ആണ് ഇതൊക്കെ. ഇനി നമുക്ക് തന്നെ ഒരു സെറ്റ് ഓഫ് ഡാറ്റ ടൈപ്സ് വെച്ച് ഒരു പുതിയൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉള്ള ഒരു ഫോർമാറ്റ് ആണ് സ്ട്രക്ചർ അല്ലെങ്കിൽ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇപ്പം നമ്മൾ അറേ അറിയാം. അറേ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വേരിയബിൾസ് ആണ് ഓഫ് സെയിം ഡാറ്റ ടൈപ്പിലുള്ള ഒരു സെറ്റ് ഓഫ് വേരിയബിൾസ് ആണ് നമ്മൾ അറേ പഠിച്ചത്. നമുക്കത് ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ അറേ എഴുതുമ്പോൾ ഇൻറ്റിജർ കീവേഡ് ഇട്ടിട്ട് നമ്മളത് ഒരു സെറ്റ്, എത്ര വേരിയബിൾ സെറ്റ് ഉണ്ടെന്നുള്ളത് ഇവിടെ ഈ അറേ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒരു കസ്റ്റം ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഞാനിപ്പോൾ സ്ട്രക്ചർ വെച്ചാണ് എക്സാമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ സ്ട്രക്ട് എന്നൊരു കീവേഡ് ഉണ്ട്. അതാണ് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കാൻ എഴുതുന്ന കീവേഡ്. അപ്പോൾ സ്ട്രക്ട് എഴുതിയിട്ട് നമ്മളൊരു നെയിം കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ന്യൂ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു നെയിം കൊടുത്തു. എന്നിട്ട് കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യണം. കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ഡാറ്റ ടൈപ്സ്, അതായത് നമ്മളൊരു പ്രീഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് വേണം ഈ സ്ട്രക്ചറിനകത്ത് ഡിഫൈൻ ചെയ്യാൻ. അതൊക്കെ ഇനി എങ്ങനെ നടക്കും? ഏതൊക്കെ ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ അത് ഇവിടെ കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ എ വേണം, എനിക്ക് ഫ്ലോട്ട് ബി വേണം, അതുപോലെ തന്നെ ക്യാരക്ടർ സി വേണം. ഓക്കെ, എന്നോട് ഫ്ലോട്ട് ബി ആൻഡ് ക്യാരക്ടർ സി. ഇങ്ങനെ ഞാൻ 3 പ്രീഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എൻ്റെ പുതിയൊരു ഡാറ്റ ടൈപ്പിനകത്ത് ഞാൻ കൊടുത്തു. ന്യൂ സ്ട്രക്ചർ ആണ് എൻ്റെ പുതിയ ഡാറ്റ ടൈപ്പ്. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ ന്യൂ സ്ട്രക്ചർ വെച്ച് എനിക്ക് ഒരു പുതിയൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. അപ്പം ന്യൂ സ്ട്രക്ചർ ന്യൂ വേരിയബിൾ എന്ന് പറഞ്ഞ് ഞാൻ ഫോർ എക്സാമ്പിൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ ഡാറ്റ ടൈപ്പ് പോലെയായി ഇല്ലേ? നമ്മൾ ഇൻറ്റിജർ ന്യൂ വേരിയബിൾ എഴുതുന്നത് പോലെ തന്നെ ഇവിടെ ഒരു നമ്മുടെ കസ്റ്റം ഡാറ്റ ടൈപ്പ് വെച്ച് നമ്മൾ പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ വേരിയബിളിനകത്ത് ഇപ്പോൾ 3 ഡാറ്റ ടൈപ്സ് ഉണ്ട്. നമ്മളിവിടെ എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ഡിഫൈൻ ചെയ്തോ അതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ വേരിയബിളിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ ആക്സസ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ വേരിയബിൾ നെയിം എഴുതുക, ന്യൂ വേരിയബിൾ, എന്നിട്ട് ഡോട്ട് സിമ്പിൾ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഡോട്ടാണ് ഇവിടെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓരോ മെമ്പേഴ്സിനെ നമ്മളുണ്ടാക്കിയ കസ്റ്റം ഡാറ്റ ടൈപ്പിനകത്തുള്ള വേരിയബിൾസിനെ നമ്മൾ മെമ്പർ വേരിയബിൾസ് എന്ന് പറയും. അതായത് സ്ട്രക്ചറിനകത്തും അല്ലെങ്കിൽ ക്ലാസ്സിനകത്തും. ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ഉടനെ പറയാം. അപ്പോൾ ഇതിനകത്തുള്ള വേരിയബിൾസിനെ പറയുന്ന പേരാണ് മെമ്പർ വേരിയബിൾസ്. അപ്പോൾ ഈ മെമ്പർ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഡോട്ട് ഓപ്പറേറ്റർ. അപ്പോൾ നമ്മുടെ വേരിയബിൾ നെയിമിൽ ഡോട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇന്റലിജൻസ് സജഷൻസ് കാണിക്കുന്നത് കാണാം, എ ബി സി. അതായത് ഈ 3 വേരിയബിളും നമുക്കിപ്പോൾ ആക്സസബിൾ ആണ്. അപ്പോൾ ഞാൻ എ എന്ന് അടിച്ചു. അപ്പോൾ എ അടിച്ചാൽ ഇപ്പോൾ ഇൻറ്റിജർ എ ആണ് ഇപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു വാല്യൂ കൊടുക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 45. അതുപോലെ തന്നെ എനിക്ക് ബാക്കി മെമ്പർ വേരിയബിൾസിലേക്കും വാല്യൂ കൊടുക്കാം. ഇപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലോട്ടിംഗ് നമ്പർ കൊടുക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് സി ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഞാനിവിടെ സി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡേർഡ് പ്രിന്റ് എഫ് മോഡുലസ് ഡി, ഇൻറ്റിജർ ആയതുകൊണ്ട് ആദ്യം മോഡുലസ് ഡി, പിന്നെ കോമ മോഡുലസ് എഫ് കോമ മോഡുലസ് സി. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ആ വേരിയബിൾസ് ഇനി എനിക്ക് പ്രിന്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് വീണ്ടും അത് ആക്സസ് ചെയ്യണ്ടേ. അപ്പോൾ അത് എങ്ങനെ ആക്സസ് ചെയ്യണേ? ന്യൂ വേരിയബിൾ ഡോട്ട് എ കോമ ന്യൂ വേരിയബിൾ ഡോട്ട് ബി കോമ ന്യൂ വേരിയബിൾ ഡോട്ട് സി. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. നമുക്കിത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം 45 4.5 സി. ഓരോ ഡാറ്റയും നമുക്ക് പ്രിന്റ് ആയി. അതായത് നമ്മളിവിടെ ഒറ്റ വേരിയബിൾ വെച്ച് ആ 3 ഡാറ്റ ടൈപ്പും നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. ഇതുപോലെ തന്നെ നമുക്കിവിടെ സാധാ ഡാറ്റ ടൈപ്പ് പോലെ ഇനി ഇത് ഉപയോഗിക്കാം. നമുക്കിവിടെ കോമയിട്ട് വേറൊരു പുതിയ എൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അത് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എല്ലിനകത്തും ഇതുപോലെ ഈ 3 വേരിയബിൾസ് ഉണ്ടാവും. ഇപ്പോൾ എൽ ഡോട്ട് എ ഉണ്ട്, എൽ ഡോട്ട് ബി ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ്. ഇത് ഇങ്ങനെ ഡയറക്റ്റ്ലി ഓരോന്ന് ഇൻഡിവിജ്വലി കൊടുക്കുന്നതിന് പകരം നമുക്ക് അറേ ഇനിഷ്യലൈസർ, അറേയിൽ നമ്മൾ പഠിച്ചു ഇനിഷ്യലൈസർ ലിസ്റ്റ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇനിഷ്യലൈസർ ലിസ്റ്റ് ഇവിടെയും ഉപയോഗിക്കാം. അപ്പോൾ അതായത് എനിക്കിവിടെ 45 4.5 എഫ് സി ഇങ്ങനെ ഇവിടെ ഡയറക്റ്റ്ലി വേണമെങ്കിൽ എനിക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. ഇത് റൺ ചെയ്താലും നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും. ഇത് ഇനിഷ്യലൈസർ ലിസ്റ്റ് എന്ന് പറയും ഈ കേർലി ബ്രേസസിനകത്ത് കൊടുക്കുന്നതിന്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ട്രക്ചറിനകത്ത് അല്ലെങ്കിൽ ക്ലാസ്സിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം
ഇപ്പോൾ എനിക്ക് ഇവിടെ ക്ലാസിന്റെ എൻഡ്, ഇവിടെ ഈ ക്ലോസിംഗ് കേർലി ബ്രേസസിന്റെ അവിടെ എനിക്ക് വേണമെങ്കിൽ ഈ വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ ന്യൂ വേരിയബിൾ എന്ന് പറഞ്ഞ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ന്യൂ വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്തു. ഇനി ഇത് റൺ ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേറെ ഇത് അറേ ആയിട്ട് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ എ ഓഫ് അല്ലെങ്കിൽ എ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് നമുക്ക് എച്ച് ഓഫ് 3 എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഈ ന്യൂ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ആണ്, പക്ഷെ അതൊരു അറേയും കൂടിയാണ്. അപ്പോൾ എച്ച് ഓഫ് 0 ഞാൻ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് എലമെന്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഇൻഡിവിജ്വലി എ ബി സി ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എച്ച് ഓഫ് 1 ഡോട്ട് ആക്സസ് ചെയ്താലും അതിനകത്തും എ ബി സി ഉണ്ടാവും. അതുപോലെ എച്ച് ഓഫ് 2 ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് അറേസ് ആയിട്ടും നമ്മുടെ ഈ കസ്റ്റം ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ അകത്ത് ഒരു ഇൻഡിജർ അറേ ഡിഫൈൻ ചെയ്യുന്നു. ഇൻഡിജർ എച്ച് ഓഫ് 3 എന്ന് പറഞ്ഞ് ഞാൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കൊരു പുതിയൊരു അറേ വേരിയബിൾ ആയി. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അതിവിടെ ഇനിഷ്യലൈസ് ചെയ്യാം. വേറെ ഒരു ഇനിഷ്യലൈസർ, അറേ ഇനിഷ്യലൈസർ ലിസ്റ്റ് വെച്ച് ഞാൻ ഇവിടെ അറേ ഡിഫൈൻ ചെയ്യുന്നു. അതിന് വാല്യൂസ് കൊടുക്കുന്നു. 3, 5, 6 എന്ന് പറഞ്ഞ് വാല്യൂ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ആ അറേയും കൂടെ പ്രിന്റ് ചെയ്യാൻ പോകും. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഫോർ ഈച്ച് ലൂപ്പ് പഠിച്ചു. ഫോർ ഇൻറ്റ് ഐ, ഇത് ഇൻഡിജർ അറേ ആയതുകൊണ്ട് നമുക്ക് ഇൻഡിജർ ഉപയോഗിക്കാം. ഇനി നമുക്കത് ആക്സസ് ചെയ്യണമല്ലോ, അത് ന്യൂ വേരിയബിളിനകത്ത്. അപ്പൊ എങ്ങനെയായിരിക്കും? ന്യൂ വേരിയബിൾ ഡോട്ട് എച്ച് ഇവിടെ നമുക്ക് കാണാം അറേ. എന്നിട്ട് നമുക്കിത് സാധാ അറേ പ്രിന്റ് ചെയ്യുന്ന പോലെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സി ഔട്ട്, ഇപ്പോൾ ഐ സ്റ്റാൻഡേർഡ് എൻ ലൈൻ. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്താലോ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം, നമ്മുടെ 3, 5, 6 വന്നത്. ഓക്കെ, അതുപോലെ ബാക്കി വാല്യൂസും വന്നേക്കണം കാണാം, 3, 5, 6. സോ അങ്ങനെ നമുക്ക് ഒരു അറേ നമ്മുടെ കസ്റ്റം ഡാറ്റ ടൈപ്പിനകത്തും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറെ പഠിക്കാനുള്ളത് പ്രൈവറ്റും പബ്ലിക്കും എന്താണെന്ന്. അതായത് എനിക്കിപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ്ലി ബൈ ഡിഫോൾട്ട് പബ്ലിക് ആണ്. സ്ട്രക്ചറിനകത്ത് ഇത് കംപ്ലീറ്റ്ലി ഇതെല്ലാം പബ്ലിക് ആണ്. ഓക്കെ, അപ്പോൾ എനിക്കിത് ചില വേരിയബിൾസ് എനിക്ക് ആക്സസ് കൊടുക്കണ്ട. ഡയറക്ട്ലി ഇപ്പോൾ വേറൊരു യൂസറിന് ആക്സസ് കൊടുക്കണ്ടെങ്കിൽ എനിക്കിത് പ്രൈവറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രൈവറ്റ് ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിവിടെ പ്രൈവറ്റ് എന്ന് പറഞ്ഞ് വേറൊരു കീവേഡ് എഴുതുക. ഓക്കെ, പ്രൈവറ്റ് എന്ന് എഴുതിയിട്ട് ഒരു കോളൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ള എല്ലാ വേരിയബിൾസും പ്രൈവറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഞാൻ ഈ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് കോളൻ ഇട്ടപ്പോൾ ഈ എല്ലാ വേരിയബിൾസും പ്രൈവറ്റ് ആയി. അപ്പോൾ നോക്കിയേ, ഇവിടെ ന്യൂ വേരിയബിളിലേക്ക് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ആക്ച്വലി എറർ ആണ് കാണിക്കുന്നത്. നോ ഇൻസ്റ്റൻസ് ഓഫ് കൺസ്ട്രക്ടർ മാച്ചസ് ദ ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഇതിലാ ഈ പ്രൈവറ്റ് ആയാൽ നമുക്കിത് ഡയറക്ട്ലി നമുക്ക് ഈ കോഡിന് പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ സ്ട്രക്ചറിന് പുറത്തേക്ക്, സ്ട്രക്ചറിന്റെ ഇവിടെ നമുക്ക് കാണാം സ്കോപ്പ്, ഈ സ്കോപ്പിന് പുറത്തേക്ക് നമുക്ക് ആക്സസ് കിട്ടില്ല ഇത് പ്രൈവറ്റ് ആയി കഴിഞ്ഞാൽ. നമ്മളിവിടെ ഇപ്പൊ പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോഴും ന്യൂ വേരിയബിൾ ഡോട്ട് എ പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോഴും കാണാം, നമുക്കിവിടെ കാണാം മെമ്പർ ഈസ് ഇൻആക്സസിബിൾ എന്നിവിടെ എഴുതിയേക്കുന്നത് കാണാം. റൈറ്റ്, അപ്പൊ അതാണ് പ്രൈവറ്റ് കീവേഡ്. മനസ്സിലായില്ല, ഒരു ക്ലൂ തരാം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പബ്ലിക് കീവേഡ് ഉണ്ട്. ഇപ്പൊ ഞാൻ പബ്ലിക് എന്ന് കൊടുത്താൽ അത് കംപ്ലീറ്റ്ലി പബ്ലിക് ആവും. നോർമലി അത് ബൈ ഡിഫോൾട്ട് സ്ട്രക്ചറിനകത്ത് ഇത് പബ്ലിക് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് പൊതുവെ കൊടുക്കാറില്ല സ്ട്രക്ചറിനകത്ത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കീവേഡും ഉണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ആക്ച്വലി സ്ട്രക്ചറും ക്ലാസും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. അതായത് സ്ട്രക്ചറിൽ നമ്മൾ എല്ലാ വേരിയബിൾസും ബൈ ഡിഫോൾട്ട് പബ്ലിക് ആണ്. ഒരു ക്ലാസ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, ഇവിടെ ക്ലാസ് ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് എല്ലാം പ്രൈവറ്റ് ആയിരിക്കും. സോ അതാണ് മെയിൻ ആയിട്ട് ക്ലാസും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ആകെ 2 ഡിഫറൻസ് ഇത് സ്ട്രക്ചറും ക്ലാസും തമ്മിലുള്ളൂ. ഒന്ന് ഇത് തന്നെ, അതായത് പബ്ലിക് ആയിരിക്കും സ്ട്രക്ചർ ബൈ ഡിഫോൾട്ട്, ക്ലാസ്സിൽ ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിൽ പബ്ലിക് ആയിട്ടായിരിക്കും ഇൻഹെറിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ ക്ലാസ്സിനകത്ത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ആ 2 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ക്ലാസും സ്ട്രക്ചറും തമ്മിൽ. സോ നമുക്ക് ഏത് കീവേഡ് വേണേലും ഉപയോഗിക്കാം, അത് ഓരോ യൂസറിന്റെ ചോയ്സ് ആണ്. സോ യൂഷ്വലി എല്ലാ വേരിയബിൾസും പബ്ലിക് ആണെങ്കിൽ നമ്മൾ സ്ട്രക്ചർ എന്ന് കൊടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് ചില വേരിയബിൾസ് മാത്രം പ്രൈവറ്റ് ആക്കി ചിലത് പബ്ലിക് ആക്കണമെങ്കിൽ യൂഷ്വലി നമ്മൾ ക്ലാസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ പബ്ലിക് സ്ട്രക്ചർ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബൈ ഡിഫോൾട്ട് എല്ലാം പബ്ലിക് ആണെന്ന് പറഞ്ഞു. ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിനകത്ത് ലെറ്റ്സ് ഈ ബി കഴിഞ്ഞിട്ടുള്ള വേരിയബിൾസ് മാത്രം പ്രൈവറ്റ് ആക്കിയാൽ മതിയെങ്കിൽ ഞാനിവിടെ പ്രൈവറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഇട്ട് കോളൻ ഇട്ടാൽ മതി. അപ്പോൾ ഈ ബിന്റെ താഴത്തേട്ടുള്ള എല്ലാം ഇപ്പോൾ പ്രൈവറ്റ് ആണ്. ഓക്കെ, സി നമുക്ക് ഇവിടെ കാണാം എയും ബിയും ഇപ്പോൾ ഇവിടെ എറർ കാണിക്കുന്നില്ല, പക്ഷെ സിയും എച്ചും ഇപ്പോൾ ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഇതെല്ലാം പ്രൈവറ്റ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് മൊത്തം പ്രൈവറ്റ് ആണെങ്കിൽ ഇതെങ്ങനെ അപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റും? ഇത് പ്രൈവറ്റ് ആക്കി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് ഇതിനകത്തിട്ട് വാല്യൂ കൊടുക്കാനും പറ്റണം, വാല്യൂ എടുക്കാനും പറ്റണം.
അപ്പൊ അതങ്ങനെ പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് നമുക്ക് മെമ്പർ ഫംഗ്ഷൻസ് ഉള്ളത്. ഇത് നമ്മൾ പഠിച്ചു മെമ്പർ വേരിയബിൾസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മെമ്പർ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ മെമ്പർ ഫംഗ്ഷൻസ് എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ മെമ്പർ ഫംഗ്ഷൻസ് യൂഷ്വലി നമുക്ക് പബ്ലിക് ആയിരിക്കും, അതായത് നമുക്ക് പബ്ലിക്കലി ആക്സസിബിൾ ആയിരിക്കും. അപ്പൊ അതിന് നമ്മൾ പബ്ലിക് കീവേഡ് ഇട്ടിട്ട് നമുക്ക് മെമ്പർ ഫംഗ്ഷൻസ് എഴുതാം. അപ്പോൾ മെമ്പർ ഫംഗ്ഷൻസ് രണ്ട് തരമുണ്ട്, ഗെറ്റേഴ്സും ഉണ്ട് സെറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഗെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഗെറ്റ് ചെയ്യാനുള്ളതാണ്, അതായത് വാല്യൂ റിട്രീവ് ചെയ്യാൻ. സെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ അസൈൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ വാല്യൂ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സെറ്റർ എഴുതാം. അപ്പോൾ സെറ്റർ എഴുതാൻ വേണ്ടി ഞാനൊരു ഫംഗ്ഷൻ എഴുതുന്നു. അപ്പോൾ ഫംഗ്ഷൻ വോയിഡ് ടൈപ്പ് ആണ്, കാരണം നമ്മളൊന്നും റിട്ടേൺ ചെയ്യണില്ല, പകരം നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ സെറ്റ് എന്ന് പറഞ്ഞ കീവേഡ് എഴുതി ഏത് വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യേണ്ടത്, ഞാൻ ഫോർ എക്സാമ്പിൾ എയിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് എ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യണു, ഇൻറ്റിജർ ന്യൂ വാല്യൂ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇപ്പോ നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ സ്ട്രക്ചറിനകത്തോ ക്ലാസ്സിനകത്തോ ഉള്ള പ്രൈവറ്റ് ആണെങ്കിലും നമുക്കത് ഈ സ്കോപ്പിനകത്ത് നമുക്ക് ആക്സസ് ഉണ്ടാവും. എപ്പോഴും പ്രൈവറ്റ് ആണെങ്കിലും നമുക്ക് സ്കോപ്പിനകത്ത് ആക്സസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഫംഗ്ഷൻ ആക്ച്വലി സ്കോപ്പിനകത്തുള്ളതാ. അപ്പൊ നമുക്ക് ഇത് പ്രൈവറ്റ് ആണെങ്കിലും ഈ വേരിയബിൾസ് ആക്സസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ ഡയറക്ട്ലി എ ഈക്വൽസ് ടു ന്യൂ വാല്യൂ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതെന്താ ചെയ്യണേന്ന് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് ഇവിടെ ഒരു വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ ഈ എയിലേക്ക് അസൈൻ ആവും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിത് റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പൊ റിട്രീവ് ചെയ്യുമ്പോൾ ഇത് ഇന്റിജർ ടൈപ്പ് ആയതുകൊണ്ട് റിട്ടേൺ ടൈപ്പ് ഇന്റിജർ, എന്നിട്ട് ഞാൻ ഗെറ്റ് എ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ വാല്യൂ ഒന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വാല്യൂ റിട്രീവ് ചെയ്യണ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും ഇവിടെ റിട്ടേൺ എ. ഇത് പബ്ലിക് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻസ് നമുക്ക് ആക്സസും കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കേ, ഈ എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് മാത്രം ആക്സസ് കൊടുത്തു, ബാക്കി എല്ലാ വേരിയബിൾസും സ്റ്റിൽ പ്രൈവറ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിത് ഫോർ എക്സാമ്പിൾ ഈ എ എന്ന് പറഞ്ഞ വേരിയബിൾ മാത്രം ഇവിടെ നമുക്ക് ഇവിടെ അസൈൻ ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊന്ന് കമന്റ് ഔട്ട് ചെയ്യുന്നു. ഇനി ന്യൂ വേരിയബിൾ നമ്മൾ ഡോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഗെറ്റേയും സെറ്റേയും മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളൂ, അതായത് നമുക്ക് ഇത് മാത്രമേ ആക്സസ് ഉള്ളൂ. അപ്പൊ സെറ്റയിലേക്ക് ഞാനൊരു വാല്യൂ കൊടുക്കുന്നു 5. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ന്യൂ വേരിയബിൾ ഡോട്ട് ഗെറ്റ് എയും കൂടെ കൊടുക്കുന്നു. ഓക്കെ, ഇത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. ഞാനിതെല്ലാം കമന്റ് ചെയ്യുന്നു. ഇതിന് റൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാം 5 ഇവിടെ പ്രിന്റ് ആയത്. നമ്മൾ അസൈൻ ചെയ്ത വാല്യൂ ഇവിടെ പ്രിന്റ് ആയി. അങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് വേരിയബിളിലേക്ക് ആക്സസ് ചെയ്യാം. അതാണ് ഈ കീവേഡ്സിന്റെ ഒരു ഗുണം. നമുക്ക് ആക്ച്വലി ഡിഫൈൻ ചെയ്യാം ഏതൊക്കെ പ്രൈവറ്റ് ഏതൊക്കെ പബ്ലിക് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫംഗ്ഷൻസും നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിനകത്തിട്ട് ഈ എയിനകത്തിട്ട് സെറ്റ് ചെയ്യേണ്ട, പകരം എ ഗെറ്റ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റില്ല, പകരം വാല്യൂ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം ഇത് റൺ ചെയ്യുമ്പോൾ ഒരു ജങ്ക് വാല്യൂ ആണ്, കാരണം എയിനകത്തിട്ട് ഒരു വാല്യൂ ഇനിഷ്യലി സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇനിഷ്യലി വാല്യൂ സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിക്കും. ആക്ച്വലി പ്രൈവറ്റിൽ ഫംഗ്ഷൻസ് ഇല്ലാണ്ട് നമുക്ക് കൺസ്ട്രക്ടർ വെച്ചും വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. ഈ സെറ്റർ ഫംഗ്ഷൻ ഇല്ലാണ്ടും കൺസ്ട്രക്ടേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം, കൺസ്ട്രക്ടേഴ്സും ഡിസ്ട്രക്ടേഴ്സും. അപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് മെമ്പർ ഫംഗ്ഷൻസ് ഇതാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എച്ചിനകത്തായിട്ട് ആക്സസ് കൊടുക്കണമെങ്കിൽ എനിക്ക് എച്ചിന്റെ ഒരു ഫംഗ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ബിനകത്തായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട ഫോർ എക്സാമ്പിൾ നമുക്ക് സി കൊടുക്കാം. അപ്പൊ സിനകത്തായിട്ട് എനിക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ സിയിൽ സെറ്റ് സി എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു ക്യാരക്ടർ ന്യൂ ക്യാരക്ടർ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ സി സെറ്റ് ചെയ്യുന്നു, സി ഈക്വൽസ് ടു ന്യൂ ക്യാരക്ടർ. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനിപ്പോ സിന് സെറ്റ് മാത്രമേ ഡിഫൈൻ ചെയ്തോളൂ. അപ്പൊ ഞാനിവിടെ ന്യൂ വേരിയബിൾ ഡോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് സി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോൾ നമ്മൾ ആക്ച്വലി സെറ്റ് ചെയ്യാൻ മാത്രമാണ് ആക്സസ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്കിത് സ്പെസിഫിക് ആയിട്ട് കൺട്രോൾ ഉണ്ട് നമ്മുടെ തന്നെ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ. ഞാൻ ഇവിടെ പുതിയൊരു ക്യാരക്ടർ അസൈൻ ചെയ്തു, പക്ഷെ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഗെറ്റർ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഗെറ്റർ ഫംഗ്ഷൻ എഴുതാം. അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വൽ ആക്സസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതാണ് ഈ കസ്റ്റം ടൈപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ നമ്മൾ അങ്ങനെ ക്ലാസും സ്ട്രക്ചറിനെ പറ്റിയും പഠിച്ചു. അപ്പൊ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് ആവും എന്നുള്ളൂ. അതായത് നമുക്ക് ഇവിടെ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എഴുതണ്ട, ഇത് ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് ആയിരിക്കും. അപ്പൊ ഈ എപ്പിസോഡിൽ നമ്മൾ സ്ട്രക്ചർ ആൻഡ് ക്ലാസസിനെ പറ്റി പഠിച്ചു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സിനെ പറ്റിയൊക്കെ പഠിക്കാം. എന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്, നിനക്കിപ്പോ എന്താ വേണ്ടേ?